ഈ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടു കാണും. ആദ്യ കൺമണിയുടെ വിട പറച്ചിൽ ഇന്നും എല്ലാ സന്തോഷങ്ങൾക്കും തിരശ്ശീല വീഴ്ത്തുന്ന ഒന്നാണ്. അതെന്തിനാ അതിനെ കുറിച്ച് പറയുന്നത്? സോറി ചേച്ചി, ഐ ഡിഡ്ന്റ് നോ. ഒരു മനുഷ്യനെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ ചോദ്യം ചോദിച്ചിട്ട് അവർ പറയുകയാണ്, അയ്യോ ചേച്ചി എനിക്കത് അറിയില്ലായിരുന്നു എന്ന്. എന്തറിഞ്ഞില്ലെന്നാണ് ഇവർ പറയുന്നത്? ഇതൊരിക്കലും ഒരു സ്ലിപ്പ് ഓഫ് ടങ് ഒന്നുമല്ല. വേണമെന്ന് പറഞ്ഞ് എഴുതി ചേർത്ത് പ്ലാൻ ചെയ്ത് തന്നെ ചോദിച്ചതാണ്. ശാന്തി കൃഷ്ണയുടെ ജീവിതത്തിൽ അത്തരത്തിലൊരു ട്രാജഡി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ചോദിച്ച ചോദ്യം. എന്നിട്ട് പറയാണ്, അയ്യോ സോറി ഞാൻ അറിഞ്ഞില്ല എന്ന്. ഇത് ഇന്റർവ്യൂ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഇവരുടെ ഏത് ഇന്റർവ്യൂ എടുത്ത് നോക്കിയാലും മറ്റുള്ളവർ പറയാൻ ആഗ്രഹിക്കാത്ത, അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഇരുണ്ട കാലത്തെക്കുറിച്ച് കുത്തി കുത്തി ചോദിക്കലാണ് ഇവരുടെ പതിവ്. ഞാൻ ഇവരുടെ കണ്ടിട്ടുള്ളത് ഗായിക അഞ്ജു ജോസഫിന്റെയും നടി മേഘ്നയുടെയും ഇന്റർവ്യൂ ആണ്. അതിലെ കുറച്ച് ക്ലിപ്സ് ഞാൻ പ്ലേ ചെയ്യാം. ഇപ്പൊ റിലേഷൻ ബ്രേക്കപ്പ് ആവാനും കാരണം ഒരുപക്ഷെ OCD സിൻഡ്രോം ആയിരിക്കും. OCD അല്ല, ഇങ്ങനെ ചെറുപ്പം മുതലേ OCD ക്യാരി ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പൊ റിലേഷൻ ബ്രേക്കപ്പ് ആവാനും കാരണം ഒരുപക്ഷെ OCD സിൻഡ്രോം ആയിരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് OCD കാരണമാണോ? യു ഫൈൻഡ് ഇറ്റ് റിയലി ഹാർഡ്, അത് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ അഞ്ജുൻ എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസോ ഒരു റിലേഷനും ഇപ്പൊ ബ്രേക്കപ്പ് ആയതിൽ അതിനും അപ്പൊ റിഗ്രറ്റ് ജെന്യുവൻ ആയിട്ട് 100% നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവിടുന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു തോൽവിയാണ് നമ്മൾ അവിടെ ഏൽക്കുന്നത്. അപ്പൊ ആ ഒരു ഹാർട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഹാർട്ട് ഫീലിംഗ് ഒക്കെ ഉണ്ടെന്നേ, മനുഷ്യരല്ലേ, നമ്മളെ ഓൾ ദ മോർ പെയിനിലേക്ക് കൊണ്ടുപോകല്ലേ ചെയ്യുന്നത്. അങ്ങനെയില്ല, അങ്ങനെ കാണേണ്ട ആവശ്യം എന്താ? അത് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന്റെ കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സാരില്ല, വിട്ടേക്ക്. ഈ ഇന്റർവ്യൂ കണ്ടാൽ നമുക്ക് ഓബ്വിയസ് ആയിട്ട് മനസ്സിലാവും അഞ്ജു ജോസഫ് ഒട്ടും കംഫർട്ടബിൾ അല്ല. അത് അവരുടെ മുഖത്ത് നമുക്ക് വായിച്ചറിയാൻ കഴിയും. പക്ഷേ ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് മാത്രം അതിന് കഴിഞ്ഞിട്ടില്ല എന്നല്ല, മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്തതുപോലെ വീണ്ടും കുത്തി 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 ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഇന്റർവ്യൂവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഞ്ജു ജോസഫിന്റെ മറുപടിയാണ്. എല്ലാം വളരെ ക്ലാരിറ്റിയാണ്. അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എനിക്കിത് പറയാൻ ആഗ്രഹമില്ല, അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്, അതിങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇന്റർവ്യൂറിന് അത് മനസ്സിലായില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ റീസൺസ് ഐ കാൻ എണീക്കുമ്പോൾ ഞാൻ ആർക്ക് വേണ്ടിയിട്ട് എണീക്കുന്നത്? ഞാൻ ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത്? എനിക്ക് നമുക്ക് വേണ്ടി തന്നെ ജീവിക്കണം. ഇങ്ങനെ തന്നെയാണ് മേഘ്നയുടെ ഇന്റർവ്യൂ. അറിയേണ്ടതെല്ലാം അവരുടെ ജീവിതത്തിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമാണ്. അതിലും അവർ അൺകംഫർട്ടബിൾ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഇതൊക്കെ ന്യായീകരിച്ച് ഇവരുടെ തന്നെ ചാനൽ ഇവരിട്ട മറ്റൊരു സാധനമുണ്ട്. പിന്നെ ഈ അഞ്ജുവിന്റെ എപ്പിസോഡിനകത്തും മേഘനയുടെ എപ്പിസോഡിനകത്തും ഒക്കെ കുറച്ചിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ വന്നു. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ സ്വകാര്യതയിലേക്ക് ചെന്ന് കയറിയത്, എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് അറിയേണ്ടതുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നൊക്കെ എന്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു. ഒരു ഹാർഡ് ടൈംസിലൂടെ പോയപ്പോൾ അവർ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ അവർ എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്തു. ഇപ്പം അഞ്ജുവിന്റെ കേസിൽ തന്നെ എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ അഞ്ജു അതിനകത്ത് നിന്നും എങ്ങനെയാണ് ഇപ്പം മാറി വന്നിരിക്കുന്നത്, എങ്ങനെ അഞ്ജു അതിനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഈ ലോകത്ത് ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. നമ്മളിൽ മിക്കവരും ഫേസ് ചെയ്യുന്ന കുറെ ഇഷ്യൂസിൽ അതിനെ എന്താ പറയുക, ഇപ്പൊ മേഘനയുടെ ആണെങ്കിലും അഞ്ജുവിന്റെ ആണെങ്കിലും ഇതേപോലത്തെ ഒരുപാട് പേര് നമുക്ക് പരിചയത്തിൽ തന്നെ ഉള്ളവരിലും ഒക്കെ ഉണ്ടാവും അല്ലേ. നമ്മുടെ സൊസൈറ്റിയിൽ എത്രയോ പേരാണ്. ഒരു പക്ഷേ അവരും ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഗസ്റ്റുകൾ അവർക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യാനും അവർക്ക് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാനും അവർ കംപ്ലീറ്റ് 100% അവർ ബില്ലിംഗ് ആണ്. അവരുടെ കൂടെ താല്പര്യം മനസ്സിലാക്കിയിട്ട് മാത്രമാണ് മൈൽ സ്റ്റോണിൽ എന്നുള്ള ഏത് ഷോയിലാണെങ്കിലും നമ്മൾ ചോദ്യം ചോദിക്കുന്നതിനും അതിനുള്ളതൊക്കെ നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ വിളിച്ച് വരുത്തിയിട്ട് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കുക. അതുകൊണ്ട് അനുവാദം വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒത്തില്ല. ഇന്റർവ്യൂവിൽ വന്നിരുന്ന അഞ്ജു ജോസഫ് തന്നെ ആ ഇന്റർവ്യൂവിനെ എടുത്ത് ട്രോളാക്കിയ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ദേ ഈ കമന്റ് ഇട്ടിട്ടുണ്ട്. ഡിയർ രമ്യ, ഇങ്ങനെയല്ല മാഡം ഇന്റർവ്യൂ ചെയ്യേണ്ടത്. ഒരാളുടെ ഇമോഷൻസ് എല്ലാം മനസ്സിലാക്കി അതിൽ കയറി പിടിച്ച് അവരെ ഹർട്ട് ചെയ്യുന്നതിനെ ഇന്റർവ്യൂ എന്നല്ല വിളിക്കുന്നത്. അതിനെ പരദൂഷണം അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും കുത്തി ചോദിക്കുന്ന ഒരു പരിപാടിയായിട്ട് കാണാൻ സാധിക്കും. അതെങ്കിലും ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കും. ആൾക്കാരുടെ ഇമോഷൻസിൽ കയറി പിടിച്ച് അവരുടെ മെൻ്റൽ ഹെൽത്ത് എല്ലാം ഹർട്ട് ചെയ്ത് വ്യൂസ് ഉണ്ടാക്കാൻ ഇച്ചിരി ഉളുപ്പൊന്നും പോരാ മാഡം.